ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ഇമേജിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പീക്കിങ്ങിൽ വരുന്ന PT സ്പീക്കിങ്ങിൽ വരുന്നിട്ടുള്ള അക്കാഡമിക്കിലും കോറിലും കോമൺ ആയിട്ട് വരുന്ന സ്പീക്കിങ്ങിലെ ഡിസ്ക്രൈബ് ഇമേജ് സെക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസ്ക്രൈബ് ഇമേജിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ടേബിൾ, മാപ്പ്, പിക്ചർ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫ് മാത്രമാണ് നോക്കിയിരുന്നത്. ഗ്രാഫിൽ തന്നെ നമ്മൾ ബാർ ഗ്രാഫും അതുപോലെ ലൈൻ ഗ്രാഫും ആണ് നോക്കിയിരുന്നത്. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ തന്നെ നമുക്കിവിടെ നോക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കുറേ മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ഇമേജ് വരുന്നത്. നമുക്കൊരു ഇമേജ് തരും, മാപ്പും പിക്ചറും ടേബിളൊക്കെ ആയിട്ട് കുറച്ച് ഇമേജസ് തരും. ആ ഇമേജിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും, ഒരു 25 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക, എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറയണം, എന്തൊക്കെ കളേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം, അതുപോലത്തെ കാര്യങ്ങളാണ് ആ ഒരു 25 സെക്കൻഡ്സിൽ നമ്മൾ പറയേണ്ടത്. അതിന് ശേഷം നമുക്ക് 40 സെക്കൻഡ്സ് ആണ് നമുക്ക് റെക്കോർഡിങ്ങിന് കിട്ടുന്നത്. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡ്സ് ആണ്. അതിൽ മാക്സിമം കോണ്ടൻറ്റ്, ഗ്രാമറിന് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, മാക്സിമം പോയിന്റ്സ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എടുക്കുന്ന കോണ്ടൻറ്റ് ഫ്ലുവൻ്റ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ഇമേജിൽ പറഞ്ഞു പോകുന്നത്. അതിൽ ഗ്രാഫ്, മാപ്പ്, പിക്ചർ, ടേബിൾ, ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട് ഇതൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഓൺ കോണ്ടൻറ്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ. ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും കോണ്ടൻറ്റും ആണ് നമ്മളവിടെ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി സെക്ഷൻസ്, ബാക്കി വരുന്ന കാറ്റഗറീസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ അടുത്ത് നോക്കുന്നതാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് നമുക്ക് രണ്ട് രീതിക്ക് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഒരു രീതിയിലാണ് കേട്ടോ. ഒരു രീതിയിലുള്ള പൈ ചാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. രണ്ട് രീതി എന്ന് പറയുമ്പോൾ രണ്ട് പൈ ചാർട്ടായിട്ട് വരും. കമ്പാരിസൺ തരുന്ന ഒരു പൈ ചാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇമേജ് കണ്ടു. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇമേജ്, ഇതാണ് ചെറുത്. കമ്പാരിസൺ പറയുമ്പോൾ കുറച്ചും കൂടി രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്ത് പറയണല്ലോ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കൊരു പൈ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. നമ്മൾ നേരത്തെ നമ്മൾ ഗ്രാഫും അതുപോലെ തന്നെ ബാർ ഗ്രാഫും ലൈൻ ഗ്രാഫും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത പോലെ അതൊരു പാറ്റേണിൽ തന്നെ നമ്മൾ ഈ പൈ ചാർട്ടും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു ഏത് ഇമേജ് ആണെന്ന് പറയണം. ഏത് വന്നോട്ടെ, ഗ്രാഫോ ടേബിളോ പിക്ചറോ മാപ്പോ, ഫസ്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ദ ഗിവൺ പൈ ചാർട്ട് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് വെബ്സൈറ്റ് ട്രാഫിക് സോഴ്സ് അനാലിസിസ്. ഓക്കെ, അതാണ് ഹെഡിങ് വരുന്നത്. ഹെഡിങ് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ദ പൈ ചാർട്ട്സ് ഡെപ്പിറ്റ്സ്, പൈ ചാർട്ട്സിൽ അടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയാം. ഇപ്പോൾ ഇവിടെ ഏതാ നമുക്കറിയാം, ഒരുപാട് വെബ്സൈറ്റിനെ പറ്റിയിട്ട് 16 വെബ്സൈറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പൈ ചാർട്ടാണ് ഈ ഒരു ഫിഗറിൽ, നമുക്കൊരു പൈ ചാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എല്ലാ ഡാറ്റയും, ഇപ്പോൾ ഒരു 6 ഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ഈ എല്ലാ ഡാറ്റയും നമ്മൾ എടുത്തെടുത്ത് പറയാം. അവിടെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കോൺസെപ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം വെബ്സൈറ്റാണ്, പെയ്ഡ് റിസർച്ച്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, റെഫറൽ, ഡയറക്റ്റ്, ഓർഗാനിക് സെർച്ച്. ഇതാണ് ഇവിടെ വരുന്ന കോൺസെപ്റ്റ് വരുന്നത്, വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ അത് ഹെഡിങ്ങിനനുസരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു വെബ്സൈറ്റ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, ദെൻ അത് ഏത് കളറിലാണ് ആ പൈ ചാർട്ടിൽ മെൻഷൻ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പൈ ചാർട്ടിൽ നിന്ന് മെയിനായിട്ട് നോക്കി പറയേണ്ടത്. ഓക്കെ ആണോ? അതായത് ഫസ്റ്റ് പൈ ചാർട്ട് ആണെന്ന് പറയാം, ദ ഗിവൺ ഇമേജ് ഇസ് എ പൈ ചാർട്ട്, അല്ലെങ്കിൽ ദ ഗിവൺ പൈ ചാർട്ട് ഷോസ് അല്ലെങ്കിൽ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് വെബ്സൈറ്റ് ട്രാഫിക് സോഴ്സ് അനാലിസിസ് ആൻഡ് ദ പൈ ചാർട്ട് ഡെപ്പിറ്റ്സ് ലോട്ട്സ് ഓഫ് വെബ്സൈറ്റേഴ്സ് സച്ച് ആസ് ദ പെയ്ഡ് റിസർച്ച്. എല്ലാ വെബ്സൈറ്റും മെൻഷൻ ചെയ്യും. അപ്പോൾ രണ്ട് രീതിക്ക് വേണമെങ്കിൽ പറയാം. ആദ്യം നമുക്ക് വെബ്സൈറ്റ് ഒരുമിച്ച് പെയ്ഡ് റിസർച്ച്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, റെഫറൽ, ഡയറക്റ്റ്, ഓർഗാനിക്, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു പോവാം. ദെൻ എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കളേഴ്സും പെർസെൻറ്റേജും പറഞ്ഞാൽ മതി. അതിനേക്കാൾ നല്ലത് നമുക്ക് ആദ്യം പറയുമ്പോൾ തന്നെ, അതായത് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, ദെൻ അതിൽ ഓരോ വെബ്സൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് പറയാം. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്കറിയാം ഇമെയിൽ. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇമെയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പൈ ചാർട്ട് ഡെപ്പിറ്റ്സ് ലോട്ട്സ് ഓഫ് വെബ്സൈറ്റ് സച്ച് ആസ് ഇമെയിൽ 90.7% represented in green color and social media 70.6% indicate in olive green color, then 22.4% referral represented in blue color. അങ്ങനെ ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാം. അതായത് തന്നിരിക്കുന്ന ഡാറ്റ ഫുള്ളും നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പോവുക. അതായത് അതിൻ്റെ കളർ, പൈ ചാർട്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വരുന്നത്. അവിടെ കളർ ഉണ്ടാവും, അതുപോലെ പെർസെൻറ്റേജ് ഉണ്ടാവും, എന്താണ് കോൺസെപ്റ്റ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, ദെൻ ഒരു ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷൻ കൊടുക്കണമല്ലോ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് 40 സെക്കൻഡ്സ് നമുക്കത് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ കൺക്ലൂഷൻ ഇപ്പോൾ ഇവിടെ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏതാണ് വരുന്നത് നമുക്കറിയാം, റെഫറലാണ്. ലോവസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത് ഡയറക്റ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് വെബ്സൈറ്റ് ആൻഡ് റെഫറൽ വെബ്സൈറ്റ് ആണ് ഹയസ്റ്റും ലോവസ്റ്റും വരുന്നത്. അത് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ ആണോ?
സോ കുറച്ചും കൂടി ഈസിയാണ്. ഡിസ്ക്രൈബ് ഇമേജിൽ ഒരു ഈസി സെക്ഷനാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് പൈ ചാർട്ടാണെന്ന് പറയുക, ഹെഡിങ് മെൻഷൻ ചെയ്യുക, ദെൻ ആ ഐറ്റംസ് പറഞ്ഞു തുടങ്ങിയിട്ട് ഓരോ ഐറ്റംസും ഐറ്റമിൻ്റെ കൂടെ, അതായത് ആ ഒരു കോൺസെപ്റ്റുകളുടെ കൂടെ അതിൻ്റെ കളറും പെർസെൻറ്റേജും മെൻഷൻ ചെയ്യുക. ദെൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഹൈയസ്റ്റും ലോവസ്റ്റും പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി 2 പൈ ചാർട്ട് ഉണ്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് ഇതുപോലെ തന്നെ 2 പൈ ചാർട്ട് ഉണ്ട്, 2 ഇയറിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സെയിം കാറ്റഗറി, സെയിം പൈ ചാർട്ട് തന്നെ ഇപ്പുറത്തും സെയിം പൈ ചാർട്ട് തന്നെ തൊട്ടിപ്പുറത്തും, പെർസെൻറ്റേജസ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ 2 പൈ ചാർട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാത്തിൻ്റെയും ഡാറ്റ കൃത്യം എടുത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പൈ ചാർട്ട് പറയാം. 2 പൈ ചാർട്ട് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുക. ദെൻ അതിന് ഫസ്റ്റ് ഇപ്പോൾ 2010 ആൻഡ് 2020 ഈ റേഞ്ചിലാണ് 2 പൈ ചാർട്ട് വരുന്നത്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് കോമൺ ആയിട്ട് പറയാം. അപ്പോൾ വെബ്സൈറ്റ് സച്ച് പെയ്ഡ് റിസർച്ച്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, റെഫറൽ, ഡയറക്റ്റ്, ഓർഗാനിക് സെർച്ച്, അത് നമ്മൾ കോമൺ ആയിട്ട് മെൻഷൻ ചെയ്യുക. കളേഴ്സും കോമൺ ആയിട്ട്, ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് വേരിയസ് കളേഴ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് പീച്ച് ഗ്രീൻ, ഒലീവ് ഗ്രീൻ, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, റെഡ്, അത് കോമൺ ആയിട്ട് പറയാം. അതിനുശേഷം 2 എണ്ണത്തിനും, അതായത് ഇൻ 2010 ഫസ്റ്റ് വരുന്ന പൈ ചാർട്ട്. സോ ആ 2010 ഏതാണ് ഹയസ്റ്റ് നിൽക്കുന്നത്, ഏതാണ് ലോവസ്റ്റ് നിൽക്കുന്നതെന്ന് മെൻഷൻ ചെയ്യുക. അടുത്ത ഇയറിൽ, അതായത് കമ്പാരിസൺ വരുന്ന സമയത്ത് അടുത്ത പൈ ചാർട്ട് ഏത് ഇയറിലാണ്, സോ അതിൻ്റെ ഹയസ്റ്റ് ലോവസ്റ്റ് മെൻഷൻ ചെയ്യുക. അങ്ങനെ ചെയ്തു പോവാം. നമുക്ക് ഒരു പൈ ചാർട്ട് വരുമ്പോഴാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡാറ്റയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. 2 പൈ ചാർട്ട് വരുമ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒന്ന് ചെയ്ത് വരുമ്പോൾ ടൈം ആവും, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ, നമുക്ക് 40 സെക്കൻഡ്സിൽ അത് മാക്സിമം കോണ്ടന്റ് വരണം. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കളേഴ്സും ഒക്കെ കോമൺ ആയിട്ട് പറയാം. 2 പൈ ചാർട്ട് വരുമ്പോൾ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കളേഴ്സും കോമൺ ആയിട്ട് പറഞ്ഞിട്ട് രണ്ടിൻ്റെയും കമ്പാരിസൺ ചെയ്യുക. കമ്പാരിസൺ ചെയ്യാന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ലോവസ്റ്റ്, രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും ഹയസ്റ്റ് ലോവസ്റ്റും പെർസെൻറ്റേജ് വരുന്നത്. അതേതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനായിട്ട് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഒരു പൈ ചാർട്ട് വരികയാണെങ്കിൽ ഈ രീതിക്ക് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 പൈ ചാർട്ട് വരികയാണെങ്കിൽ കമ്പാരിസൺ ചെയ്തിട്ട് ഫീച്ചേഴ്സൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞിട്ട് ഹയസ്റ്റും ലോവസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പൈ ചാർട്ടിൻ്റെ വരുന്നത്. കുറച്ചും കൂടി ഈസിയാണ്. ഇനി അടുത്തൊരു കാറ്റഗറിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമുക്ക് ടേബിളാണ് തന്നിരിക്കുന്നത്. ടേബിൾ നമുക്ക് തരുന്ന ഒരു സെക്ഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ അക്കാഡമിക്കിൽ ഡിസ്ക്രൈബ് ഇമേജിന് കുറച്ച് വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ 5 എണ്ണം വരികയാണെങ്കിൽ ഒരു പിക്ചർ, ഒരു ടേബിൾ, ഒരു മാപ്പ് ഇങ്ങനെയായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൽ ടേബിളും ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ചെയ്യാൻ തരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ടേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് സെയിം നമ്മൾ പറഞ്ഞ പോലെ ദ ഗിവൺ ടേബിൾ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട്, അല്ലെങ്കിൽ ദ ഗിവൺ ടേബിൾ ഷോസ് എന്ന് പറഞ്ഞ് ഹെഡിങ് മെൻഷൻ ചെയ്യാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈഗ്രേറ്റിംഗ് ടു UK ഇൻ ദ ഇയർ 2023. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് 25 സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, 25 സെക്കൻഡ്സ് നമുക്ക് ഭയങ്കര എന്താ പറയുക, ആവശ്യമുള്ളൊരു ടൈമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു ഇമേജ് തന്നു, ഇപ്പോൾ ടേബിൾ എന്നല്ല, ഇപ്പോൾ ഒരു മാപ്പ് ആയിക്കോട്ടെ, വേറെ എന്ത് ഇമേജ് നമുക്ക് തന്നോട്ടെ, ആ ഒരു ഇമേജ് നമ്മൾ വെറുതെ നോക്കി അതിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കോൺസെപ്റ്റുകൾ ഉണ്ടാവും ഒരു ഇമേജ് തരുമ്പോൾ. അത് നോക്കി സമയം കളയരുത് ഒരിക്കലും ആ ഒരു 25 സെക്കൻഡ്സിൽ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കളക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത്, ആ ഒരു ടൈം, അതാണ് നമ്മൾ ആ 25 സെക്കൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് അവിടെ പറയാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് നോക്കി ടൈം കളഞ്ഞ് അപ്പോഴേക്കും റെക്കോർഡിങ് വരും, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആ 25 സെക്കൻഡ്സിൽ ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പറയാൻ പറ്റാത്തതുണ്ടാവാം, അതവിടെ നിന്നോട്ടെ, പക്ഷേ മാക്സിമം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു 25 സെക്കൻഡ്സിൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡിങ് മെൻഷൻ ചെയ്യുക. ദെൻ നമ്മൾ ടേബിൾ പറയുമ്പോൾ നമുക്കറിയാം, ടേബിൾ ഒന്നില്ലെങ്കിൽ കോളംസും അതുപോലെ റോസും ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ടേബിൾ കൊടുക്കുക, അല്ലേ? കോളംസും റോസും ആയിട്ടായിരിക്കും കൊടുക്കുക. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ചൈനയാണ്, ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് പോയത്. സെക്കൻഡ് ഇന്ത്യയാണ്, ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് മൈഗ്രേറ്റ് ചെയ്തത്. നൈജീരിയ, ഇതിങ്ങനെ നമ്മൾ കാറ്റഗറി റാങ്കിങ്ങിൻ്റെ ഓർഡറിൽ കൺട്രീസ് കൂടെ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എസ്പെഷ്യലി ഈ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ബ്രേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഉദ്ദേശിച്ചത്, അതായത് മാക്സിമം കോണ്ടന്റ് പറയാനാണ് ഇവിടുത്തെ ടാസ്ക് വരുന്നത്. അപ്പോൾ മാക്സിമം കോണ്ടന്റ് വിത്ത് ഫ്ലുവൻസിയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ടേബിളിനെ കോളംസും റോസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് ഡെപ്തിലോട്ട് പോകണ്ട, എന്നാൽ അവർ പറയുന്ന പോയിന്റുകൾ, തന്നിരിക്കുന്ന പോയിന്റ്സ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ദ ഗിവൺ ടേബിൾ ഡിവൈഡഡ് ഇൻറ്റു, ഓക്കെ, നമ്മൾ ഹെഡിങ് പറഞ്ഞു. ദെൻ ദ ഗിവൺ ടേബിൾ ഡിവൈഡഡ് ഇൻറ്റു 3 കോളം.
3 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്, 3 കോളം. ദെൻ ഫസ്റ്റ് കോളം ഇൻഡിക്കേറ്റ് റാങ്ക്. ഫസ്റ്റ് കോളത്തിൽ എന്താ പറയുന്നത്? റാങ്ക് ആണ് പറയുന്നത്. ഫസ്റ്റ് കോളം ഇൻഡിക്കേറ്റ് റാങ്ക് സ്റ്റാർട്ടിങ് ഫ്രം 1 to 10. എവിടെ തൊട്ട് എവിടെ വരെ? 1 to 10. അപ്പോൾ ആ ഒരു ഓർഡർ കഴിഞ്ഞു. 1 2 3 പറയണ്ട, 1 to 10 കഴിഞ്ഞു. സെക്കൻഡ് കോളം ഇൻഡിക്കേറ്റ് കൺട്രി നെയിംസ്. കൺട്രി നെയിംസ് സച്ച് ആസ്, അതും ഈ സെയിം ഓർഡറിൽ പറയാം. ചൈന, ഇത് കൗണ്ട് ചെയ്യുക കേട്ടോ, മെയിൻ ആണ് കൺട്രീസ് കൗണ്ട് ചെയ്യുക. ചൈന, ഇന്ത്യ, നൈജീരിയ തൊട്ട് സിംഗപ്പൂർ വരെ കൗണ്ട് ചെയ്യുക. ദെൻ തേർഡ് കോളം ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ജസ്റ്റ് അത്ര മെൻഷൻ ചെയ്താൽ മതി, നമ്പേഴ്സ് മെൻഷൻ ചെയ്യേണ്ട, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുക. അതിനുശേഷം കൺക്ലൂഷൻ പറയുമ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് വേണം അവിടെ. അപ്പം നമ്മളത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇൻ കൺക്ലൂഷൻ ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എന്താ ഇത് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ എന്താ ഹയസ്റ്റ് പറയാം. ചൈനയാണ് ഹയസ്റ്റ് സ്റ്റുഡൻസ്, ചൈനയിൽ നിന്നാണ് ഹയസ്റ്റ് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 150,000 പ്ലസ് സ്റ്റുഡൻസ്. ലോവസ്റ്റ് സിംഗപ്പൂർ അറൗണ്ട് 10,000 പ്ലസ് സ്റ്റുഡൻസ്. ഓക്കെ ആണോ? അത് അങ്ങനെ ആ രീതിക്ക് പറഞ്ഞു നോക്കുക. നമുക്കിത് കംപ്ലീറ്റ് എല്ലാം ഇത്ര പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കോളംസ് ആക്കി തിരിച്ചിട്ട് റാങ്ക് ഫസ്റ്റ് കോളം പറഞ്ഞു, സെക്കൻഡ് കോളം പറഞ്ഞു, തേർഡ് കോളം നമുക്ക് അധികം പറയാൻ പറ്റുന്നില്ല. സോ അത് തേർഡ് കോളത്തിൽ എന്താണ് പറയുന്നതെന്ന് മെൻഷൻ ചെയ്തു. ദെൻ കൺക്ലൂഷൻ വരുമ്പോൾ പോയിന്റ് ഹയസ്റ്റും ലോവസ്റ്റും നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ ആണോ? ഓക്കെ, ഇതിപ്പോൾ കോളമായിട്ടാണ് വന്നേ. ചില ഇമേജിൽ റോ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, റോസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 2 റോ ഉണ്ട്, 3 റോ ഉണ്ട്, അതിനനുസരിച്ചിട്ട് പറയാം. ഫസ്റ്റ് റോയിൽ എന്താണ് അത് കംപ്ലീറ്റ് മെൻഷൻ ചെയ്യുക. സെക്കൻഡ് റോൾ എന്താണ്, ദെൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു വാല്യൂസ് ആയിരിക്കുമല്ലോ. ടേബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്പേഴ്സും വാല്യൂസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക, അതിൻ്റെ ഇയേഴ്സൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ പറയാം, ഹയസ്റ്റ് ലോവസ്റ്റ് പെർസെൻറ്റേജ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ബ്രേക്ക് കാര്യങ്ങൾ വരും, ഓരോന്ന് എടുത്തെടുത്ത് പറയും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കോളംസും റോസും ആയിട്ട് തിരിച്ചിട്ട് അതിനനുസരിച്ച് ഓരോ കോളത്തിലും ഓരോ റോയിലും എന്താണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്, ടേബിളാണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ദെൻ ഹെഡിങ് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദെൻ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നു. അതിനുശേഷം ഒരു കൺക്ലൂഷൻ കൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവല്ല, ഐഡിയ എന്താണെന്ന് ലാസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ 2 എണ്ണം വലിയ പ്രശ്നമില്ല. ഡിസ്ക്രൈബ് ഇമേജിൽ വലിയ കുഴപ്പമില്ലാതെ വരുന്ന, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യുന്ന 2 പോർഷൻസ് ആണ്. ഒന്ന് പൈ ചാർട്ടാണ് നമ്മൾ പറഞ്ഞു, 2 കാറ്റഗറി, 2 പൈ ചാർട്ടായിട്ട് വരാം. സോ ഒരു പൈ ചാർട്ട് മാക്സിമം ഡാറ്റ നമ്മൾ പറയാം, സ്പെസിഫൈ ചെയ്ത് ഓരോന്നും ഡാറ്റ, കളർ, പെർസെൻറ്റേജ്, കോൺസെപ്റ്റ് പറയാം. 2 പൈ ചാർട്ട് വരികയാണെങ്കിൽ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ട് അതിൻ്റെ ഹയസ്റ്റ് ലോവസ്റ്റ് കൺക്ലൂഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഹയസ്റ്റ് ലോവസ്റ്റ് വാല്യൂസ് സെപ്പറേറ്റ് ചെയ്ത് പറയാം. ഫീച്ചേഴ്സൊക്കെ കളേഴ്സും കോമൺ ആയിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ ടേബിൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്ന പോലെ കോളംസും റോസും ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയാം. മാക്സിമം പറയണം നമുക്കവിടെ, ഡെപ്തിലോട്ട് പോയില്ലെങ്കിലും മാക്സിമം പോയിന്റ്സ് പറയണം. സോ കോളംസും റോസും ആയിട്ട് തിരിച്ചിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. സോ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡിസ്ക്രൈബ് ഇമേജ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സോ ഇനിയും നമുക്ക് കുറച്ചും കൂടി പാറ്റേൺസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈപ്സ് ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.